നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വെച്ചോളൂ. ഒന്നായി കൂട്ടിയെടുത്തു ചേർത്തെടുത്തോളൂ. അടുത്ത് തലയിലേക്ക് വയ്ക്കുക. ശിരസിന് മുകളിൽ വെച്ച് മുറ്റത്ത് വെച്ച് കൈ നനച്ച് കൈ കൊട്ടി വെളിക്കാക്കയെ വിളിക്കുക. സഞ്ജു പോയി ഡ്രസ് മാറും. കാക്ക പിണ്ടം എടുത്തോളൂ. കാക്ക വരട്ടെ. ഈ കുട്ടി എന്തിനു മുത്തശ്ശി ഇവിടെ വന്ന്? ഷെയർ വാങ്ങിച്ചല്ലേടാ സഞ്ജുവിനോട് നിങ്ങൾ സംസാരിക്കാനാവും. വാ. അവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് ഞാനല്ല, അവൾ എന്നെയാ കൊണ്ടുവന്ന്. എന്നെ ഒന്ന് കാണണം, ഒരു സ്ഥലം വരെ പോണമെന്ന് പറഞ്ഞാ സഞ്ജന വിളിച്ചത്. അവളുടെ കാറിൽ കയറിയിട്ടും എവിടേക്കാ പോണെന്ന് സഞ്ജന എന്നോട് പറഞ്ഞില്ല. പിന്നീടാ ഞാൻ അറിഞ്ഞത് ഇങ്ങോട്ടാണെന്ന്. ഇന്നിവിടെ ആണ്ടുവലി നടക്കുന്ന വിവരം അവൾ എങ്ങനെ അറിഞ്ഞു? ഒന്നും അറിഞ്ഞിട്ടുള്ള വരവല്ല സ്വാതി അവളുടേത്. സഞ്ജുന അവളെ വിളിച്ച് കാര്യം പറഞ്ഞോ? അവൾ പറഞ്ഞു ഉച്ചവരെ ഓഫീസിൽ ഉണ്ടാവില്ലെന്ന് മാത്രം അവൻ പറഞ്ഞു. അവൾ അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ടാ അവൻ അങ്ങനെ പറഞ്ഞു. അവള് മംഗലശ്ശേരി ഗ്രൂപ്പ്സിന്റെ ഷെയർ വാങ്ങിയത് ഓക്കെ, പക്ഷെ വീട്ടിലേക്കുള്ള വരവ് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല മനു. എല്ലാം അറിയുന്ന മനു തന്നെ അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ഒന്നും അല്ലേലും പഠിക്കുന്ന കാലത്ത് മനു അവളുടെ പിന്നാലെ കുറെ നടന്നതല്ലേ. സത്യത്തിൽ സഞ്ജന ഇപ്പോഴും മനുവിന്റെ മനസ്സിലുണ്ടോ? അവളെ അല്ലാതെ മറ്റൊരു പെണ്ണിനെയും ഈ നിമിഷം വരെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. സഞ്ജനെ കൊണ്ട് ഷെയർ വാങ്ങിച്ചതില് മനുവിന് പങ്കുണ്ടോ? ഈ ചോദ്യം സഞ്ജു എന്നോട് ചോദിച്ചു. സഞ്ജുവിനോട് ജീവൻ പോയാലും ഞാൻ കള്ളം പറയില്ല. സത്യത്തിൽ ആഗ്നേയ ഗ്രൂപ്പ്സിന്റെ ചെയർമാന്റെ മകളാണ് സഞ്ജനെന്ന് എനിക്കറിയില്ലായിരുന്നു. അന്ന് ഫംഗ്ഷൻ വെച്ച് അവള് പറയുമ്പോഴാ ഞാനത് അറിയുന്നത്. സഞ്ജനയോട് ഞാൻ ഒരു നീരസവും കാണിക്കില്ല. ഒന്ന് ഞാൻ പറയാൻ മനു, സഞ്ജുവിനോടുള്ള ആ പഴയ വൺ വേ ട്രാഫിക് പ്രണയവുമായിട്ടാണ് അവള് വീണ്ടും അവതരിച്ചിരിക്കുന്നതെങ്കിൽ മനു തന്നെ അവളെ പറഞ്ഞു മനസ്സിലാക്കി തിരിച്ചയക്കണം. ഉടനെ തന്നെ എന്റെ സഞ്ജുന്റെ വിവാഹം ഉണ്ടാവും. അച്ഛൻ ലീവിന് വരാൻ പോവാ. സഞ്ജുവിന്റെ ഭാര്യയായി ഈ വീടിന്റെ പൂമുഖവാതിൽ കടന്നു വരുന്നൊരു ദിവസം സഞ്ജനയ്ക്കുണ്ട്. അത് വിദൂരത്തല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.